അപേക്ഷകൾ തീർപ്പാക്കണമെങ്കിൽ കൈക്കൂലി നിർബന്ധം. ഒപ്പം ഒരു കുപ്പിയും കൂടി വേണം. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ എറണാകുളം RTO ജേഴ്സന്റെ ശീലമാണിത്. ഇയാളുടെ വീട്ടിൽ തന്നെ ഒരു മിനി ബാറുണ്ട്. അവിടെ മുന്തിയ ഇനം കുപ്പികളുടെ നീണ്ട നിര. വിജിലൻസ് പരിശോധിച്ചപ്പോൾ 74 മദ്യക്കുപ്പികൾ കണ്ടെത്തി. ഒപ്പം കണക്കിൽപ്പെടാത്ത പണവും. ജേഴ്സണെതിരെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമടക്കമുള്ള കാര്യങ്ങളും വിജിലൻസ് അന്വേഷിക്കും. ചെല്ലാനം സ്വദേശിയുടെ ബസിന്റെ പെർമിറ്റ് പുതുക്കാൻ 25,000 രൂപയും കുപ്പിയും ആവശ്യപ്പെട്ട കേസിലാണ് ജേഴ്സൺ വിജിലൻസിന്റെ പിടിയിലായത്. ഏജന്റുമാരുടെ സഹായത്തോടെയായിരുന്നു ഉദ്യോഗസ്ഥന്റെ കൈക്കൂലി ഇടപാട്. ജേഴ്സന്റെ വീട്ടിൽ നടന്ന 20 മണിക്കൂർ നീണ്ട പരിശോധനയിൽ 74 വില കൂടിയ വിദേശ മദ്യ കുപ്പികളും 64,000 രൂപയും വിജിലൻസ് പിടിച്ചെടുത്തു. റബ്ബർ ബാൻഡിട്ട് ചുരുട്ടിവെച്ച നിലയിലായിരുന്നു പണം. ജേഴ്സൺ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത്. ഇൻവെസ്റ്റ്മെന്റ്സ് 84 ലക്ഷത്തോളം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. 64,000 രൂപ നോട്ട് ചുരുട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് 3 കവറുകളിലായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ലാൻഡ് പ്രോപ്പർട്ടീസിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ച് വരികയാണ് ഞങ്ങൾ. വാളയാറിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനെന്ന പേരിലും ജേഴ്സൺ പണം പിരിച്ചോ എന്ന് പരിശോധിച്ചു വരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ മധു പറഞ്ഞു. മദ്യക്കുപ്പി പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ നോക്കണം. ബാക്കി ഇനി കോടതിക്ക് പിടിച്ചെടുത്ത സാധനങ്ങൾ, ബാക്കി സാധനങ്ങൾ കോടതിക്ക് കൊടുക്കും. ഫോർട്ട് കൊച്ചി ചെല്ലാനം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസിന്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതിന് കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് RTO പിടിയിലായത്. കൈക്കൂലിക്കായി 5,000 രൂപയും മദ്യക്കുപ്പിയും വാങ്ങാനെത്തിയ ഏജന്റ് സജിയും രാമപ്പടിയാറിനെയും ബുധനാഴ്ച ഉച്ചയ്ക്കാണ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ച് വിജിലൻസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് RTO ജേഴ്സന്റെ പങ്ക് വ്യക്തമാകുന്നതും. വിജിലൻസ് ഓഫീസിൽ ചോദ്യം ചെയ്യുന്ന ജേഴ്സനെയും മറ്റു പ്രതികളെയും വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കൊച്ചി.